അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. ടൂർ പോകുന്നു, റീൽസ് എടുക്കുന്നു, ഫാമിലി മെമ്പേഴ്സിനെല്ലാം കൂട്ടി ഓണം പൊളിച്ചെടുക്കുന്നു. ഒടുക്കും ഒരു പൂക്കളവും സദ്യയും കുറച്ച് റെസിഡൻസ് അസോസിയേഷൻ വക ഓണാഘോഷവും മാത്രം ബാക്കി. പിന്നെ സംഗതി എനിക്ക് പുത്തരിയൊന്നുമല്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ഇത്തവണത്തെ വില്ലൻ ഫീവർ ആയിരുന്നു കേട്ടോ. അത് പിടിച്ചതാകട്ടെ കെട്ടിയവനും. മേലുവേദന എടുത്ത് തളർന്നിരിക്കുന്ന പുള്ളിയോട് ഞാൻ എങ്ങനെ ടൂറിൻ്റെ കാര്യം പോയി പറയും? നിങ്ങൾ തന്നെ പറ. പിന്നെ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങ് സമാധാനിച്ചു. മീലൂട്ടി അവിടുന്ന് ഇവിടുന്നും കിട്ടിയ പൂവൊക്കെ വെച്ച് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ശിരസാൽ വഹിച്ച് ഒരു കുട്ടിപ്പൂക്കളം സെറ്റാക്കി. പിന്നെ സദ്യ വേറെന്ത് വിട്ടുവീഴ്ച ചെയ്താലും ഈ കാര്യത്തിൽ നോ കോംപ്രമൈസ്. മമ്മിയുടെ വക അവിയൽ, എരിശ്ശേരി, ഉള്ളിത്തീയൽ, പയറുമെഴുക്കുവരട്ടി, ഇഞ്ചിക്കറി, പപ്പടം, കൊണ്ടാട്ടം, സാമ്പാറും പച്ചടിയും കിച്ചടിയും ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ഓലനും കുറുക്കുകാളിനും സിസ്റ്ററും സെറ്റാക്കി. പിന്നെ ഫ്രിഡ്ജിലിരുന്ന 2 കൂട്ടം അച്ചാറും, പച്ചമോര്, പഴം, കാവറുത്തത്, ശർക്കര വരട്ടി, ഇങ്ങനെ പോയി ഐറ്റംസിൻ്റെ നീണ്ട നിര. പായസം മാത്രം പുറത്തുനിന്നായിരുന്നു വാങ്ങിയിട്ടോ. പാലടയും ഗോതമ്പും. കുട്ടീസ് 2 പേരും കോൺസെൻട്രേറ്റ് ചെയ്തത് പായസത്തിലായിരുന്നു. എത്ര തവണ വാങ്ങി അടിച്ചെന്ന് ഒരു പിടിയുമില്ല. സദ്യ കഴിഞ്ഞ് മിയൂട്ടി എല്ലാവരെയും വിളിച്ചു നിർത്തി കസേര കളിയും ബോൾ പാസിങ്ങും കുളംകരയും ഒക്കെ കളിപ്പിച്ചു. പക്ഷെ പാർട്ടിസിപ്പൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒടുക്കം കഴിച്ചതൊക്കെ ദഹിപ്പിക്കാൻ മിയുവിൻ്റെ വക ഒരു ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു. നൈറ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ വക ഓണാഘോഷ പരിപാടികളും കണ്ട് ഈ തവണത്തെ ഓണം അങ്ങനെ കൊടിയിറങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.